ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്ക് ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ കമൻറ്റിൽ ചോദിച്ചിനി വായ്ദത്താത്ത നിങ്ങളവിടെ സ്ഥലം കൊടുക്കാനുണ്ടോ, നിങ്ങളെ തോടൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്, അപ്പോൾ അവിടെ സ്ഥലത്തിന് വില കുറവാണെന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. കുറച്ച് സ്ഥലം ഇവിടെ കാണിച്ചു തന്നീനി കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്ഥലം കാണാനാണ് ഇപ്പോൾ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു പറഞ്ഞല്ലോ, നമ്മളിവിടെ സ്ഥലത്തിന് വില കുറവാണ്. പിന്നെ നമ്മളെ കോഴിക്കോട്ട് നിന്ന് ഒരു അസറുന്നീസ എന്ന് പറഞ്ഞിട്ടൊരു സഹോദരി കുറച്ച് സ്ഥലം ഇവിടെ വാങ്ങിയിട്ടുണ്ട് വില കുറവായിട്ട്. കാരണം 63,000 റുപ്യക്കാണ് അവർ ആ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിലും കുറച്ച് കൂട്ടിയിട്ടും 80,000-നും 75,000-നും 50,000-നൊക്കെ ഇവിടെ സ്ഥലം കിട്ടാനുണ്ട്. നമ്മളെ ഈ ഏരിയ ആണ് സ്കൂള്, അതുപോലെ 7 കിലോമീറ്റർ പോയാൽ ഹോസ്പിറ്റല്, ബാങ്ക് പൂക്കോട്ടുംപാടത്ത്. പിന്നെ ഇവിടെ അടുത്ത് PHC ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടുന്ന ഒരു PHC സെന്റർ ഉണ്ട്. അതുപോലെ തോട്, കുറച്ച് പുഴ, വെള്ളം ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയാണിത്. സ്ഥലത്തിന് വിലക്കുറവാണ്. അപ്പോൾ ആ സ്ഥലം കാണാനാണ് നമ്മൾ പോണത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ വെള്ളം വേനൽക്ക് മാത്രമേ ഇവിടെ ഇല്ലാതിരിക്കുള്ളൂ. വേനൽക്ക് 2 മാസം ഉണ്ടാവില്ല. അത് വിചാരിച്ച് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്ഥലം കാണാൻ പോണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഇതുപോലെ വീടിൻ്റെ, ഇതിപ്പോൾ എൻ്റെ വീടാണ്, എൻ്റെ വീട് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഈ മുന്നിലുള്ള ഈ തോട് പോലെ അവിടെ വെള്ളമല്ല എങ്കിലും അവൾക്ക് ഒരു നീളം ഇങ്ങോട്ട് വന്നാൽ അവിടെ ഈ തോടുണ്ട്. കിണർ കുത്തിയാലും പെട്ടെന്ന് വെള്ളം കാണും. അപ്പോൾ പാവപ്പെട്ടവർക്കൊക്കെ എന്താ പറയുക, കുറച്ച് പൈസക്ക് തോന സ്ഥലം വാങ്ങാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ സുമി എന്ന് പറയും, ഓള് ഒരു 3 സെൻറ്റ് സ്ഥലം വാങ്ങാൻ നടക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് വിലക്കുറവില്ല. അപ്പോൾ അവളെ നാട്ടിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ലക്ഷത്തിൻ്റെ പുറത്താണ് സെൻറ്റിന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറഞ്ഞ വിലയുള്ളൂ. 1 ലക്ഷത്തിലേറെ വില എന്ന് പറയുന്നത് കൊണ്ടോട്ടി കോഴിക്കോട് ഭാഗത്താണ് സെന്റിന്. പക്ഷെ ഇവിടെ അതിലേറെ നല്ല മണ്ണ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ ഈ പറമ്പിൽ എല്ലാ സാധനങ്ങളും നമുക്ക് സ്ഥലമില്ല എന്നുള്ളൂ. ഒരു മണ്ണ് ഇങ്ങോട്ട് മാന്തി ഇട്ടാൽ മതി, പെട്ടെന്ന് ഉണ്ടാവും. ഇവിടെയും ഇപ്പോൾ എൻ്റെ അനിയത്തി അവിടെ വീട് വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞു വീട് വെച്ചിട്ടുണ്ട്, ഷെഡ്. അവിടെ എത്ര പച്ചക്കറിയാണ് ഉണ്ടാക്കിയത്, അതൊക്കെ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലുള്ള മണ്ണാണ്, മണ്ണും നല്ലതാണ്. നമ്മളിവിടുത്തെ കാലാവസ്ഥയും എന്താ പറയുക എല്ലാം നല്ലതാണ്, നല്ല ഏരിയയാണ്. വെള്ളം, വിറക് എല്ലാം ഉണ്ട്. അപ്പോൾ ആ സ്ഥലം കാണാനാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് കുറച്ചൊരു നീളം അങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്കൊന്ന് സ്ഥലം പോയി നോക്കാം. അപ്പോൾ അവിടെ കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചാൽ മതി. വിശദ വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് സ്ഥലം ഒന്ന് പോയി നോക്കട്ടെ. എന്നാൽ വരും. ഇപ്പോൾ നമ്മൾ സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ, ഒരു നീളം പോയാൽ മതി. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഇഷ്ടമാണ് ഇവിടെ ഈ ഏരിയ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പൈസക്ക് എന്താ പറയുക സ്ഥലം വാങ്ങാമല്ലോ. വാങ്ങണവർ വാങ്ങിക്കോട്ടെ, പൈസ ഉണ്ടെങ്കിൽ കുറച്ച് സ്ഥലം വാങ്ങിയിടുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങൾ എടുത്ത് വില തീരല്ല. ഇവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവരിത് ഈ സ്ഥലം കൊടുക്കണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളാ മുന്നിലുള്ള തോട് കഴിഞ്ഞ് പോകുന്നു കേട്ടോ. അപ്പോൾ കനാൽ ഇതിലെങ്ങനെ ഒഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ കനാൽ എന്താ പറയുക അവിടെ അങ്ങറ്റം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വാങ്ങാൻ പോകുന്ന സ്ഥലത്തിൻ്റെ അവിടെ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം. കുഞ്ഞാണിയൊക്കെ നല്ല സ്റ്റഡിയിൽ നടക്കുമെന്ന് പറയാലോ. സ്ഥലത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞില്ലേ? ഇവിടെ പറ്റിയാണെങ്കിൽ നമുക്ക് ആ കനാലിൽ കാണണങ്ങൾ കുളിക്കണ കാണുന്നില്ലേ റീൽസിൽ, അവിടെ പോയി ചാടാൻ പറ്റും. അതൊന്നും അതിൽ കേൾക്കൂല. നിങ്ങൾ പരിയിൽ വർത്താനം പറയുമ്പോൾ ഇതിൻ്റെ ഇരട്ടി ഡബിൾ സൗണ്ട് ഉണ്ടല്ലോ. ഇപ്പോൾ എന്താ നിങ്ങൾക്ക് സൗണ്ട് ഇല്ലേ? ഇപ്പോൾ കണ്ടോ ഈ തോട് എന്ന് പറയുന്നത്, ഇതാ ഈ സൈഡിൽ കൂടെ ഈ തോട്. ഇപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുപോകണം. ഈ തോട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു താത്താൻ്റെ വീട് എൻ്റെ അവിടെ തോടാണോ. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ തോട്. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ നമുക്ക് നടക്കാനുള്ള റോഡും ഉണ്ട്. അതിൻ്റെ പുറത്ത് നമ്മളെ വെള്ളം പോകാനുള്ള കനാലും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്, തണുത്ത വെള്ളമാണ്, മലയിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഈ വെള്ളം ആണ് ഇപ്പോൾ കുറേ അങ്ങോട്ട് കവളമുക്കട്ട എന്നൊക്കെ പറയും, അങ്ങോട്ടാണ് ഈ വെള്ളം പോണത്. വേനൽക്ക് ഇതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളിവിടെ കണ്ടില്ലേ നല്ല തെങ്ങിൻ്റെ തോട്ടങ്ങളാണ്, കഴുങ്ങ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നനക്കാനൊക്കെ നമുക്ക് കനാൽ അപ്പോൾ ഇവിടെ തീർന്നു. ഈ കനാലിലെ വെള്ളം ഇതിലെങ്ങനെ താഴത്തേക്ക് ഒലിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് നമ്മൾ സ്ഥലം വാങ്ങണത് വിൽക്കാൻ പോണത് അവിടെയാണ്. ആ കാണുന്ന സ്ഥലമാണ് നമ്മൾ കൊടുക്കാൻ പോണത്. അങ്ങോട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കനാല് വെള്ളം ഇതിലങ്ങോട്ട് തിരിഞ്ഞു പോയി. അവിടുന്ന് നമ്മളെ വീടിൻ്റെ മുന്നിൽ നിന്ന് വരുന്ന വെള്ളം കനാലിൽ കൂടെ ഇങ്ങനെ പോയി നമ്മൾ റോട്ടിൽ കൂടെ നടന്നു പോന്നു. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മളെ വിൽക്കാനുള്ള സ്ഥലത്തേക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു സഹോദരി സഫറുന്നീസ അവിടെ ഇത്തിരി സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് 3 മാസം കഴിഞ്ഞിട്ട് അവർക്ക് അതിൻ്റെ ക്യാഷ് കൊടുക്കാനുണ്ടാവുള്ളൂ, എന്നിട്ടേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കാണിച്ചു തരാം. നമ്മൾ വന്ന റോഡാണ് കേട്ടത്. ഈ റോഡ് ഈ പിന്നെ ചെറിയൊരു പോക്കറ്റ് റോഡ് അങ്ങോട്ട് മെയിൻ റോഡുമൊക്കെയാണ് പോണത്. ഇവിടെ ഇങ്ങനെ ഈ കിണറുള്ള സ്ഥലം കണ്ടോ, ഈ കിണറുള്ള സ്ഥലം ഇതൊരു 7 സെൻറ്റ് കേട്ടോ. ഇവിടെ കുഞ്ഞാണിയൊക്കെ നിൽക്കണേ 7.25 സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ കൊടുക്കാൻ. ഇത് ഈ റോഡിൻ്റെ വക്കിനാണ്. ഇത്രയും സ്ഥലം 7.25 സെൻറ്റ് ഇവിടെ കൊടുക്കാനാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ അനിയത്തിൻ്റെ വീടാണത്. അവൾ ഇവിടെ 7 സെൻറ്റ് സ്ഥലമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ അസറുന്നീസ പറഞ്ഞ ആൾ ഇവിടെ കുറച്ച് സ്ഥലം ഇതിൻ്റെ മുകളിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് അനിയത്തിൻ്റെ വീടാണ്. ഇനി നമുക്ക് വിൽക്കാനുള്ള സ്ഥലം കാണാം. അപ്പോൾ ഇതാ ഈ സ്ഥലം കുറച്ച് സ്ഥലമാണല്ലോ കോഴിക്കോടുകാരി അസറുന്നീസ ഇവിടെ ഇത്തിരി സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു 8 സെൻറ്റ് സ്ഥലമാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കേട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ ഒരു 8 സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട് കേട്ടോ. നല്ല സ്ഥലമാണ്. അപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ റോഡ് സൗകര്യമുണ്ട്, ഇവിടെ സ്കൂൾ അടുത്തുണ്ട്, മദ്രസ അടുത്തുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നിങ്ങൾ കണ്ടോ മേലെ കണ്ടോ സ്ഥലം വാങ്ങിയിട്ട് ഇപ്പോൾ ഒരാൾ വീട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ റോഡുണ്ട്. അത് നമുക്ക് കാണിച്ചു തരാം. അത് കാണാൻ നമുക്ക് പോകട്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള സ്ഥലം കൂടെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ മുകളിൽ ഇത് മെയിൻ റോഡിൻ്റെ എന്താ പറയുക, ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് കുറച്ചേ ഉള്ളൂ. നല്ല പോക്കറ്റ് റോഡാണെങ്കിലും നല്ല ധാരിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള റോഡാണ്. ഇനി ഈ സ്ഥലമാണ് കൊടുക്കാൻ പോണത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ 50,000 രൂപയുള്ളൂ അവിടെ സെൻറ്റിന് വില. അതിന് റോഡും കെട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മണ്ണ് തന്നെയാണ് ഇവിടെ, കണ്ടാൽ മനസ്സിലാവും. ഇതാണ് കേട്ടോ സ്ഥലം. ഇതാണ് സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ ഇവിടെ ഈ സ്ഥലം മുഴുവനും കൊടുക്കാനാണ്. ഇവിടെ ആദ്യം റബ്ബറായിരുന്നു, റബ്ബറും പ്ലാവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുറിച്ച് കളഞ്ഞതാണ്. നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ കുഞ്ഞാണിയൊക്കെ നടന്നു പോണ റോഡുണ്ടല്ലോ, അത് അങ്ങോട്ട് ആ തലക്കക്ക് റോഡ് വെട്ടിയതാണ് കേട്ടോ. ആ തലക്കെ ഞാൻ പറഞ്ഞല്ലോ ആ തലക്കെ എന്താ പറയുക 50,000 ഉറുപ്പിയുള്ളൂ സെൻറ്റിന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2, 3, 4, 5 കുറച്ച് സ്ഥലം കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിവിടെ ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളെ നമ്പറിൽ കോണ്ടാക്ട് അത് കൊടുത്തതാണ്. അപ്പോൾ അത് മൊത്തം ഒരാൾ വാങ്ങിയതാണ് അവിടെ. പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ലേ വീട് വാങ്ങി വീട് വെച്ചതാണ്. അത് അപ്പുറത്ത് മെയിൻ റോഡാണ് പോണത്. ഇവിടെ പോക്കറ്റ് റോഡാണ്. ഈ പോക്കറ്റ് റോഡിൽ നിന്ന് ഈ സ്ഥലത്തേക്കുള്ള റോഡാണ് ഈ വെട്ടിയിട്ടുള്ളത്. ഈ റോട്ടിൽ കൂടെയാണ് നമ്മൾ വന്നത്. ഇവിടെ ഈ സ്ഥലം കൊടുക്കാനാണ്. ഇവിടെ 50,000 രൂപയാണ് സ്ഥലത്തിന് പറയുന്നത്. ഈ റോട്ടിക്ക് ഈ സ്ഥലത്തേക്ക് കുഞ്ഞാണിയൊക്കെ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് ഈ റോഡാണ് കേട്ടോ. റോഡ് വെട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിൽ കൂടെ റോഡാണ് വെട്ടിയതാണ്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് ഇനി കുറച്ച് വേണമെങ്കിൽ മണ്ണെടുത്തിട്ട് നമുക്ക് വീട് വെക്കാം, അല്ലാതെ ഇതിൻ്റെ മുകളിലും വെക്കാം. അപ്പോൾ ഇവിടെ വന്ന് കണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. പാവപ്പെട്ട ആൾക്കാർക്ക്, കുറച്ച് പൈസ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി കാണുക കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്.
ചില എന്താ പറയുക ടൗണിലൊക്കെ 2000 അല്ല 2 ലക്ഷമൊക്കെയാണ് സെൻറ്റിന് പറയുന്നത്. ആ സ്ഥാനത്ത് ഇവിടെ എന്താ പറയുക 63,000 64,000 75,000 80,000 ഒക്കെയുള്ള ഓരോരോ സ്ഥലമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഒക്കെ എന്താ പറയുക മുറിച്ച് വെച്ചിരിക്കുകയാണ് ഓരോ സ്ഥലത്തിന്. ഇപ്പോൾ റോഡിൻ്റെ ആ തലക്കെടുക്കുമ്പോൾ 80,000 വരും. ആ തലക്കെടുക്കുമ്പോൾ വില കൂടും, ഇങ്ങോട്ട് വരുമ്പോൾ വില കുറയും. ഇങ്ങോട്ട് വരുമ്പോൾ വില കുറയും എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് റോഡ് വെട്ടിക്കണം, അതുകൊണ്ട് നമുക്ക് വില കുറയണം അതാണ്. പക്ഷെ എന്നാലും ഓട്ടോറിക്ഷയും ജീപ്പൊക്കെ വരുന്ന നല്ല വീതിയുള്ള റോഡാണ് ഇങ്ങോട്ട് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വക്കിലുള്ള റോഡ്. നമ്മൾ അവിടുന്ന് ഇപ്പോൾ ഒരു റോട്ടിൽ കൂടെ നടന്ന് പോകുന്നില്ലേ, ആ റോഡാണിത് കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ഇവിടെ വന്ന് കണ്ടല്ലോ, നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. കണ്ടോ, ഇതാണ് ഈ റോഡ് എന്ന് പറയുന്നത്. ഈ റോഡ് നേരെ തേൽപ്പാറ, അങ്ങോട്ട് പോയാൽ തേൽപ്പാറ, ഇങ്ങോട്ട് മേലേക്ക് പോയാൽ TK കോളനി, ഇങ്ങോട്ട് താഴത്തേക്ക് പോയാൽ പൂക്കോട്ടുംപാടം. പിന്നെ ഇതിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ട് കൊമ്പങ്കല്ലിക്ക് പോകാം. കൊമ്പങ്കല്ലിൽ നിന്ന് അങ്ങനെ ഇവിടേക്ക് കൊമ്പങ്കല്ലെന്ന് പറയും, അവിടുന്ന് അങ്ങനെ തേൾപ്പാറക്കും പോകാം. അപ്പോൾ എല്ലാവരും എന്താ പറയുക വീഡിയോ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഒരു ഉപകാരമാകുകയാണെങ്കിൽ ആയിക്കോട്ടെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇവിടെ മഴയാണ്, നല്ല ശക്തമായിട്ടുള്ള മഴയൊന്നുമില്ല, ഇടക്കിടക്ക് ഇങ്ങനെ മഴ പെയ്യും. അപ്പോൾ ഞാൻ കുഞ്ഞാനാക്കാനോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴ ഉണ്ടോ? ആരോടാ ചോദിക്കണേ? അപ്പോൾ കമൻറ്റിൽ വീഡിയോ കണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് കമൻറ്റിൽ മഴ ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് കമൻറ്റ് പറഞ്ഞോളിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളാ പറഞ്ഞ സ്ഥലം ആദ്യം ഞാൻ കാണിച്ചു തന്ന സ്ഥലം ഇവിടെ എത്തിട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ സ്ഥലം കണ്ടത്, ആ വീട്. അപ്പോൾ മക്കളെ ഒന്നും പറയാനില്ല. പിന്നെ എന്താ പറയുക, നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ. വളക്കൂറുള്ള മണ്ണാകുമ്പോൾ എന്താ പറയുക, പിന്നെ പച്ചക്കറിയൊക്കെ നട്ടാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അതാണ് എന്ത് നട്ടാലും മണ്ണിലേക്കാണ്ട് ഇട്ടാൽ മതി, ഉണ്ടാവും. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൻ്റെ അടുത്താണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളി. നല്ല വിലക്കുറവാണ് കേട്ടോ, മറക്കണ്ട.